ഞമ്മള് കണ്ട കാലം മുഴുവൻ ഗൾഫ് കിടന്ന് പൈസ ഉണ്ടാക്കിയതേ ഒരു മൊഞ്ചത്തക്ക് വേണ്ടിട്ടാ. ഓളെ ചെന്ന് പെണ്ണ് കണ്ട് ഞമ്മളെ സ്വന്താക്കാനാ ഞമ്മളിപ്പം ലീവില് വന്ന്. എടാ ഈ ആ പൈസനെ കൊണ്ടൊരു ആൽബം പിടിക്കി. 10 അല്ല 10,000 അല്ല 900 മൊഞ്ചത്തികള് എന്റെ വയ്യാലെ വരും. അങ്ങനെ 900 ഒന്നും വേണ്ട, ഓളൊരൊറ്റൊരുത്തി മതി. അതേതാ ആ മൊഞ്ചത്തി? കോഴിക്കോട് വല്യങ്ങാടിയിലെ മീൻ മാർക്കറ്റിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേക തരം കാറ്റുണ്ട്. അതോളെ തട്ടത്തിലും മുടിയിലും ഒക്കെ നക്കി തുറച്ചു പോകുന്നുണ്ട്. ഞാനോളെ ആദ്യമായിട്ട് കണ്ടു. അന്ന് ആ മാർക്കറ്റിൽ വെച്ച് ഞാൻ തീരുമാനിച്ചതാ, ഓളെ വേറെ ആർക്കും വിട്ടുകൊടുക്കൂല. ഓള് തട്ടിട്ട് കഴിഞ്ഞാല് എന്റെ സാറോ എന്റെ കൊണ്ടുങ്ങലായ മുട്ടിക്ക. കെട്ടാനാണ് എന്റെ പരിപാടി. എന്നാ പിന്നെ ഈ വേറൊന്നും ആലോചിക്കണ്ട എന്റെ സുൽഫിയെ. പെണ്ണ് കാണാനും പോണ്ട. ഈ ആൽബത്തിൽ ഈ എന്നെ നായകനായിട്ട് അഭിനയിച്ചോ. ആൽബം ഹിറ്റാവുന്നതോടുകൂടി ഈ നാട്ടില് മുഴുവൻ ഫേമസ് ആവും. അപ്പൊ ഓൾ അന്നെ തേടി ഇങ്ങോട്ട് വരും. നിങ്ങൾക്ക് രണ്ടാക്കും കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കാം. ഉറപ്പാണോ? ഉറപ്പ്. ഓക്കെ, അപ്പൊ ബഡ്ജറ്റ് എത്ര വരും? മീൻ കൊത്തി ചൂണ്ട വലി വലി വലി. അതിപ്പം സുൽഫിയെ ഈ എന്നാ കാൽക്കുലേറ്റർ എടുത്തിട്ട് വാ. വേമ്പ അനക്കെത്ര കിട്ടാണ്ട്? അല്ല എന്റെ ക്യാമറ അവിടെ നിൽക്കട്ടെ. അനക്കെത്ര കിട്ടാണ്ട്? എന്റെ വീടിന്റെ വാർപ്പല്ലേ, അതിനൊരു 60,000 റുപ്യ വേണം. 60,000. അപ്പൊ എന്റെ 60,000 കഴിഞ്ഞ ആൽബത്തിന്റെ യൂണിറ്റ് പിരിച്ചു വിട്ട എന്റെ 14, 30, 32 പിന്നെ എന്റെ എന്റെ വണ്ടിന്റെ അടവ് ഒരു 15,000 റുപ്യ ഉണ്ട്. 15ന്റെ ബോൾ അതും കിടക്കണം. അപ്പൊ 32 പിന്നെ ഒരു 14, ഒരു 2.5 ലക്ഷം ഉറുപ്പെങ്കിലും വേണം. ഒരു 3 അങ്ങോട്ട് റൗണ്ടായി കളി. 3 ലക്ഷം. കാൽക്കുലേറ്റർ അതിന് വേണ്ട. ബഡ്ജറ്റ് 3 ലക്ഷം. 3 ലക്ഷം? വല്യങ്ങാടിന് മീൻ മാർക്കറ്റിലെ ആ പ്രത്യേക കാറ്റ്. അപ്പോ ആ കാര്യങ്ങൾ തീരുമാനം. ഇനി ലൊക്കേഷൻ കാണാൻ വേണ്ടി ഊട്ടി, മൈസൂര്, കൊടൈക്കനാൽ, ഗുണ്ടിൽപേട്ട അവിടൊക്കെ ഒന്നങ്ങോട്ട് കറങ്ങണം. അതൊന്നും വേണ്ട, പൈസ മുടക്കണേ ഞാനല്ലേ. എന്റെ വീട്ടിൽ തന്നെ ഷൂട്ട് ചെയ്താ മതി. ആയിക്കോട്ടെ, പക്ഷേ ലൊക്കേഷൻ കാണാൻ എന്തായാലും പോണോ? അങ്ങനെ ഒരു ചടങ്ങുണ്ട്. ചടങ്ങോ? നമ്മളെ വയറ് കാണൽ ചടങ്ങ് പോലൊരു ചടങ്ങ്. പിന്നെ ഈ ഷൂട്ടിംഗ് നടക്കുന്ന വീടിനൊരു പ്രത്യേകതയുണ്ട്, ലോൺ വേണം. അങ്ങനെയാണെങ്കിൽ നമ്മളെ വീട്ടിൽ ഷൂട്ട് ചെയ്യാം. ലോണിന്റെ അടവ് തെറ്റിയിട്ട് ഇപ്പൊ ജപ്തി നോട്ടീസ് വന്നിട്ടുണ്ട്. അതല്ല, ഈ വീടിന് മുന്നിൽ മുഴുവനും പുല്ല് വേണം. പുൽത്തകിടി. അതൊന്നും വേണ്ട. കറക്റ്റ്. ഓക്കെ. അപ്പൊ നമ്മളെന്നാ ഷൂട്ടിംഗ് തുടങ്ങാ? ഷൂട്ടിംഗ് ഇന്ന് തിങ്കൾ, നാളെ ചൊവ്വ. അങ്ങനെ വരുമ്പോ മറ്റന്നാൾ ബുധൻ. ഓക്കെ, നമുക്ക് വ്യാഴാഴ്ച വെക്കാം. ആയിക്കോട്ടെ. വ്യാഴാഴ്ച നമ്മുടെ പുതിയ ആൽബത്തിന്റെ ഷൂട്ടിംഗ്. എന്റെ സുറുമയിട്ടൊരു കൽബേ, മുത്തേസത്തേലൈലെ എന്റെ സുറുമയിട്ടൊരു കൽബേ, നീ കരിമ്പ് തിന്നാൻ വരുമോ? ഇല്ലെങ്കിൽ മുണ്ടില്ല ഞാന്. മൊഞ്ച് നിന്റെ മൊഞ്ച് കണ്ടതും ചെമ്പരുന്ത് പറന്നകന്നു പോ. മയില് പോലെ പാടുകില്ല നീ, കുയില് പോലെ ആടുകില്ല നീ. മുത്തേസത്തേലൈലെ എന്റെ സുറുമയിട്ടൊരു കൽബേ. എന്താ ഇനിയുള്ളത് കോമ്പിനേഷൻ സീനാണ്. നായിക വരാതെ ഒന്നും നടക്കൂല. സാറേ ഇമ്പളം നായികത വന്ന്. ചക്കര ചുണ്ടിൽ തേച്ചു വെച്ചൊരു പുഞ്ചിരി, എന്നിടിക്കോണിൽ നോക്കി നിന്നൊരു സുന്ദരി. ചക്കര ചുണ്ടിൽ തേച്ചു വെച്ചൊരു പുഞ്ചിരി, എന്നിടിക്കോണിൽ നോക്കി നിന്നൊരു സുന്ദരി. മോളെ ഉമ്മ വന്നില്ലേ? ഇല്ല, മമ്മിക്ക് 5th ഫീവർ. 5ാം പനി.
മമ്മി ഇല്ലെങ്കിൽ ഡെമ്മി ആയിട്ട് അമ്മായിനെങ്കിലും കൊണ്ടുവരാനില്ല സാറേ. ആ ഓക്കെ പോയത് പോട്ടെ. അപ്പൊ സെറ്റഡേ ടച്ചപ്പ് സാറേ ടച്ചപ്പ്. ഇതെന്താ മിച്ചറ്. ഇതൊക്കെ 7 മണിക്ക് ശേഷം. റോളിംഗ് സോങ് ക്രെയിൻ എന്റെ മുറ്റത്തുണ്ടൊരു മുല്ല, അവിടെ മൈന വന്നു നിന്നു. കാക്കയെന്തേ ഇന്നും വന്നതില്ല പൊന്നെ. എന്റെ മുറ്റത്തുണ്ടൊരു മുല്ല, അവിടെ മൈന വന്നു നിന്നു. കാക്കച്ചി എന്തേ ഇന്നും വന്നതില്ല പൊന്നെ. നിന്റെ നുണക്കുഴിയുള്ള മൂക്കും മൂക്കിനടിയില്ല ചുണ്ടും കാട്ടിലൂടെ ഓടാൻ നീ വരില്ലയോ? പുള്ളിമാൻ കുരയ്ക്കും, അവളെ തിന്തിമി പാടും. तुम्हारा नाम क्या है? तुम्हारा वाप कौन है? ദിവസങ്ങൾ ആഴ്ചകളായും ആഴ്ചകൾ മാസങ്ങളായും കടന്നുപോയി. എഴുതിയ വരികളിൽ തൃപ്തി വരാതെ കുഞ്ഞാപ്പു ദിവസവും വരികൾ മാറ്റിക്കൊണ്ടേയിരുന്നു. താളമില്ലാത്ത സുൽഫിയെ താളം പഠിപ്പിക്കാൻ ശ്രമിച്ച് ഷൂട്ടിങ്ങിന്റെ താളം അവതാളമായിക്കൊണ്ടേയിരുന്നു. ക്യാമറയിലെ പരിചയമില്ലാത്ത സ്വിച്ചുകൾ ഞെക്കി ചിത്രേഷ് ചീമേനി പരീക്ഷണങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. ഇതിനിടയിൽ മെച്ചമുണ്ടായത് ഒരാൾക്ക് മാത്രം. ദിവസേന ലഭിച്ചു വന്ന ക്യാമറ വാടക കൊണ്ട് തന്റെ ഭാര്യയുടെ പ്രസവം സുഖകരമായി നടത്തിയ സംസീറിന് തനിക്കൊരു കുഞ്ഞുണ്ടായതിന്റെ ആഹ്ലാദം പങ്കുവയ്ക്കാനും ക്യാമറയുടെ ഇന്നത്തെ വാടക വാങ്ങാനും കുടുംബസമേതം സംസീർ ഇതാ ലൊക്കേഷനിലേക്ക്. സുൽഫി ഇവിടെ നോക്കാൻ. കോഴിക്കോട് വല്യങ്ങാടിയിലെ മീൻ മാർക്കറ്റിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേക തരം കാറ്റ് അതോളെ തട്ടത്തിലും മുടിയിലും ഒക്കെ നക്കി തുടച്ച് പോകുന്നുണ്ട്. ഞാൻ ഓളെ ആദ്യമായിട്ട് കാണുമ്പോ അന്ന് ആ മാർക്കറ്റിൽ വെച്ച് ഞാൻ തീരുമാനിച്ചതാ, ഓളെ വേറെ ആർക്കും വിട്ടുകൊടുക്കൂല. വെള്ളം കൊണ്ടാ സുൽഫിയെ മോനെ, അനക്ക് എന്താ പറ്റിയെന്ന്? ഇനി എന്ത് പറ്റാനടോ? ആ പോണ മൊഞ്ചത്തിനെ സ്വന്താക്കാൻ വേണ്ടിട്ട് ഞാൻ ഈ വേഷം കെട്ടി. ഇങ്ങളൊക്കെ വാക്കും കെട്ടി ഈ ആൽബം പിടിക്കാൻ നടന്ന സമയം കൊണ്ട് ഓളെ പെണ്ണുണ്ട് കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിലേ ഇന്റെ ഒരു കുഞ്ഞ് ആൽബം ഇപ്പൊ ഇവിടെ റിലീസ് ആയേനെ. തണുപ്പിച്ച കാറ്റേ, രാവിലെ കാറ്റേ, തണുപ്പിച്ച കാറ്റേ. മ്യൂസിക് ആൽബങ്ങളുടെ പേരിൽ ഇവിടെ ഇങ്ങനെ പലതും നടക്കുമ്പോഴോ നല്ല സൃഷ്ടികൾ ഉണ്ടാവുന്നുണ്ട് എന്നുള്ള കാര്യം വിസ്മരിക്കുന്നില്ല. നല്ലതിനെ അറിഞ്ഞ് സ്വീകരിക്കുകയും നല്ലതല്ലാത്തതിനെ അകറ്റി നിർത്തുകയും ചെയ്യേണ്ടത് നിങ്ങൾ ആസ്വാദകരാണ്.